ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷനെ തെറ്റിദ്ധരിപ്പിച്ച് കോടതി ഉത്തരവില്ലാതെ നിയമവിരുദ്ധമായി കൈയാളുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ അപകടകരമായ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് മുൻ ഭാരവാഹികളായ പാട്രിക് ലിവേര, പേഴ്സി പ്രകാശ്യ, കിംറ്റൽ കൊറയ, വില്ലറ്റ് കൊറയ എന്നിവർ പത്രസമ്മേളനം നടത്തി. ശ്രീ ബെനഡിക്ട് സിമേന്തിയുടെയും കൂട്ടാളികളുടെയും തനി നിറം സമുദായ അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും മുമ്പിൽ സത്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത്. 2023 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രകാരം OS 410/2019 മുൻസിഫ് കോടതിയുടെ മുൻപിലുള്ള തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ ഉത്തരവുണ്ടായി. ഈ OS 410 വഞ്ചന നയം തുറന്നു കാണിക്കുവാനും യഥാർത്ഥ സത്യം ആംഗ്ലോ ഇന്ത്യൻ സമുദായങ്ങളെയും പൊതുസമൂഹത്തെയും അറിയിക്കുന്നതിനുമാണ് ഇന്ന് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. സത്യം ജയിക്കണം. താങ്ക് യു. കോടതി ഉത്തരവ് ഇറങ്ങാതെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചെയർമാനും ആണെന്ന തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എറണാകുളം DDയെയും തൃശ്ശൂർ DDയെയും തർക്കങ്ങളില്ല എന്ന് പറഞ്ഞ സത്യവാങ്മൂലം പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിൽ നിന്നും കോർപ്പറേറ്റ് മാനേജർ സ്ഥാനം കരസ്ഥമാക്കിയതിന് ശേഷം 11 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനം നടത്തി കോഴ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അടുത്ത ദിവസമാണ് നമ്മുടെ മാധ്യമപ്രവർത്തകനായ അനിൽ ഇമ്മാനുവലിൻ്റെ ആ ദൃഢനിശ്ചയത്തോടും CA KK ജയദേവൻ സാറിൻ്റെ ആ സത്യം നേടണമെന്നുള്ള ആ ദൃഢനിശ്ചയത്തോട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ പ്രചോദനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഒരു മജിസ്ട്രേറ്റിൻ്റെ ഭർത്താവായ ശ്രീ ബെനഡിക്ട് സിമേന്തി OS 966 15/7/2025 വന്ന ഉത്തരവിന് എതിരെ മുനിസിപ്പിൻ്റെ ആ ഉത്തരവിനെ റിവ്യൂ പെറ്റീഷൻ കൊടുക്കുകയുണ്ടായി. ആ റിവ്യൂ പെറ്റീഷനിൽ IA 70-ഉം 171-ഉം ആ പെറ്റീഷൻ പൂർത്തിവെക്കുകയുണ്ടായി. കാരണം 12/9/2025 കേസ് വന്നപ്പോൾ ബെഞ്ചിൽ ആ കേസ് ഫയലില്ല. 19/9/2025 കേസ് ഫയലുകളില്ല. ഈ സാഹചര്യത്തിൽ കേസുകൾ വിളിക്കുമ്പോൾ ഫയലില്ലാതെ വരുന്ന സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ ജില്ലാ ജഡ്ജിക്ക് പരാതി നൽകുകയും അതിനുശേഷം വന്ന കേസിൽ ആ ഫയൽ വരികയും ചെയ്തു. ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഈ കൂട്ടരുടെ കാര്യങ്ങൾ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം വന്നതിനാലാണ്. അതിൻ്റെ എല്ലാ അന്വേഷണത്തിനു വേണ്ടി ഈ പത്രമ സുഹൃത്തുക്കളുടെ എല്ലാം സത്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പത്രമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് പറയുകയാണ്, ഞങ്ങൾ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ അധ്യയന വർഷം റിട്ടയർഡാകുന്ന ഒരു HMനെ VRS അടുപ്പിച്ച് ലീവുകൾ കണ്ടായിട്ട് പോലും VRS അടുപ്പിച്ച് കാടുറ്റു സ്കൂളിൽ നിന്നും ബീന എന്ന് പറയുന്ന ഒരു ടീച്ചറിനെ പ്രമോഷനോട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് കടവന്ത്ര എന്നൊരു ഉദ്യോഗാർത്ഥിയെ നിയമനം കൊടുത്തുകൊണ്ടും ഈ കൂട്ടർ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പല വഞ്ചനകളും കണ്ടില്ല എന്ന് നടിക്കുവാൻ ഇനി ഞങ്ങൾക്ക് പറ്റുകയില്ല. ഞങ്ങളുടെ ന്യൂനപക്ഷമായ ഈ സമുദായങ്ങൾ ഒറ്റക്കെട്ടായിട്ട് യൂണിയൻ്റെ നല്ല പ്രവർത്തനങ്ങളും അസോസിയേഷൻ്റെ നല്ല പ്രവർത്തനങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും മാധ്യമപ്രവർത്തകരുടെ ഈ സഹകരണത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയും ആ പ്രചോദനത്തിന് മുന്നോടിയായിക്കൊണ്ട് ഞങ്ങളെല്ലാ അന്വേഷണങ്ങൾക്കും മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് പ്രേരിപ്പിച്ചതിന് ഞങ്ങൾക്ക് ആ മാധ്യമപ്രവർത്തകൻ്റെയും സഹപ്രവർത്തകരുടെയും ആ പ്രവർത്തനങ്ങളിലെ പ്രചോദനം ഊർജവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷനെ തെറ്റിദ്ധരിപ്പിച്ച് കോടതി ഉത്തരവില്ലാതെ നിയമവിരുദ്ധമായി കൈയാളുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ അപകടകരമായ ഇന്നത്തെ സാഹചര്യം വ്യക്തമാക്കുന്നതിനാണ് ഈ പത്രസമ്മേളനം നമ്മൾ വിളിച്ചിരിക്കുന്നത്.